ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എനർജി ആയിട്ട് കുറച്ച് ABC കുടിച്ചിട്ട് എക്സസൈസൊക്കെ ചെയ്തിട്ട് ഞങ്ങളിവിടെ അടുക്കളയിലോട്ട് നേരിട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. ഇന്ന് അടുക്കളയിൽ ഞങ്ങളൊരു താജ്മഹൽ പണിഞ്ഞിട്ടേ ഇറങ്ങും. അനഘ ചേച്ചി അതിനുള്ള പുറപ്പാടുകൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ദോശതാമ്പ് ഉദയണ്ട് അവിടെ അരച്ച് വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഉള്ളി തക്കാളി ചട്നി ഉണ്ടാക്കുക എന്നുള്ള പുറപ്പാടിലാണ് ഞങ്ങളിവിടെ. എണ്ണയൊക്കെ ഇവിടെ കാലത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ നല്ല ഉള്ളിയൊക്കെ ഇട്ട് വയറ്റി അവിടെ മേഘ ചേച്ചി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാം വെച്ച് ഇങ്ങനെ വരുന്നു. പിന്നെ വെളുത്തുള്ളി ഇട്ടു, തക്കാളി ഇട്ടു. ഇവിടെ അനഘ ചേച്ചിയാണെങ്കിൽ ഇവിടെ എല്ലാം പുകച്ച് കൈ തരുന്ന ലക്ഷണങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. മിക്കവാറും ഇവിടുന്ന് പുറത്ത് അടിക്കാനാണ്. പിന്നെ ഇതാണ് മേഘ ചേച്ചി. ഇതാണ് ഞങ്ങളെ അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു മെയിൻ മോട്ടിവേഷനാണ് ഈ ഇരിക്കുന്നത്. കണ്ടാൽ പറയത്തില്ലെന്നുള്ളത് കേട്ടോ. വലിയൊരു പ്രതിഭയാണ്, വലിയൊരു പ്രതിഭ. അതാണ്ട് ദോശ കല്ലയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദോശയും ചമ്മന്തി റെഡി. അതാണ്ട് തന്നെത്താനെ കഴിച്ച് തന്നെത്താൻ അഭിപ്രായം പറയുന്ന രണ്ടെണ്ണങ്ങളാണ്. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിരിക്കാൻ തുടങ്ങിയത് ഗൈസ്. ഒരു മൂലയ്ക്കോട്ട് കയറി ദേഷ്യം വരത്തില്ല, പിന്നെ പറയണ്ടായോ രണ്ടെണ്ണം. പപ്പ തന്നെ എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. കിടക്കുന്നതിന് മുന്നേ ഒരു ഗുഡ് നൈറ്റ്, അത് മസ്റ്റാണ്. ഞാൻ അപ്പം തന്നെ ശാരൻ ചേച്ചി വിളിച്ചിട്ട് പുറത്തോട്ട് വരുന്നു വിചാരിച്ചു. കേൾക്കേണ്ട താമസം രണ്ടെണ്ണം കൂടെ ഉരിഞ്ഞ് കെട്ടി ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. വിളിക്കേണ്ട താമസം എന്താ പറയുക, എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതിൻ്റെ എന്ത് കിട്ടുന്നില്ല, എന്തുവാന്നറിയത്തില്ല. അങ്ങനെ അപ്പം തന്നെ റെഡിയായി ഇതാണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. അനഘ ചേച്ചിയുടെ സംശയം എന്താണെന്ന് വെച്ചാൽ ബ്ലൗസിന് അച്ചാച്ചന് ഞങ്ങളെ മനസ്സിലാകുമോ എന്നുള്ളതായിരുന്നു. എന്താണല്ലോ അച്ചാച്ചന് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളെ കറി കിട്ടി ഇതാണ്ട് കൊണ്ടുപോകുന്നു ഗൈസ്. ഇവിടെ എത്തിയപ്പോഴേ ലേഡി ശല്യപ്പെടുത്തുക എന്നുള്ള എൻ്റെ മെയിൻ ഹോബി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ ദൈവമേ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് റെഡിയായി ഞങ്ങൾ ഗ്രോ ക്യാപ്പിൽ ചെന്ന് അവിടെ ചെന്ന് ഒരിടത്ത് സീൻ മോനെയാണെങ്കിൽ ഒരിടത്ത് വേറെ സീനാണ് ഗൈസ്. ഇവിടെ ഏതൊരു വേണ്ട പിക്സലിൻ്റെ വർക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടി പ്രകൃതി സൗന്ദര്യവും എല്ലാം കൂടെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഞങ്ങൾ ചർച്ചിലേക്ക് ഞങ്ങൾ ചെന്നു. അങ്ങനെ അവിടെ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ആരാധന കൂടി. പ്രാർത്ഥന കഴിഞ്ഞാൽ അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ വീട്ടിലേക്ക് വന്ന് അവിടെ കുറച്ച് കുശുഷൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും കണ്ട് കട്ടിലേക്ക് കിടക്കുകയാണ്. ബൈ ഗൈസ്, നാളെ കാണാം. ടാറ്റാ. ഹോയ് ഹോയ് പോലേ. കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ടു. ഏപ്പിലെടുത്ത ഫോട്ടോസ് കേട്ടോ. അതിനാണ് ലാസ്റ്റ് അത് പഠിച്ചു അതിൻ്റെ പ്രോസസ്സിങ്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളുടെ ADLs ഞങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആസ് ഹെൽത്ത് കെയർ സ്റ്റുഡൻസ് ആർ അവർ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ്. ബൈ, സൈനിങ് ഓഫ്.